O Romeo, directed by Vishal Bhardwaj, starring Shahid Kapoor, Tripti Dimri, Nana Patekar, Avinash Tiwari, Tamanna Bhatia, Disha Patni, Farida Jalal, and Vikrant Masse. And it is also based on the book Mafia Queens of Mumbai by Hussein Zaidi. ഓ റൊമേനെ പറ്റി പറയുകയാണെങ്കിൽ വിശാൽ ഭാർദ്വാജ് എന്ന മാസ്റ്റർ സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഇന്റൻസ് ഫിലിം മേക്കറിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കുറെ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഭയങ്കര സിമ്പിൾ ആണ്. ഒരു വുമനൈസറായ ഗാങ്സ്റ്റർ ആളുടെ ജീവിതത്തിലൂടെ ഒരു പെണ്ണ് കയറി വരുന്നു. പിന്നെ ആ പെണ്ണിന്റെ പുറകെ പോയി ജീവൻ തുലക്കുന്ന ഒരു നായകൻ. അത് നമ്മൾ കുറെ വട്ടം നമ്മൾ കണ്ടു പഴകിയ ഒരു കഥ. അത് വളരെ പഴകിയ രീതിയിൽ തന്നെയാണ് ഇതിനകത്തും അവതരിപ്പിച്ചിരിക്കുന്നതും കഥ പറഞ്ഞിരിക്കുന്നതും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു അനുഭവം തരുന്നത് ഇതിന്റെ ആ ഒരു ഇന്റൻസ് മേക്കിംഗ് ആണ്, ആ ഒരു പൊയറ്റിക് നറേഷൻ. അത് നമ്മൾ വിശാൽ ഭാർദ്വാജിന്റെ ഏത് സിനിമ നോക്കിയാലും നമുക്ക് ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി കാണാം. എത്ര കണ്ട് കഥയാണെങ്കിലും ഒരു വളരെ രസകരമായ ഒരു ഭയങ്കര ശാന്തമായ രീതിയിലേക്കും കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റൻസ് മേക്കിംഗ് ആണ് അല്ലെങ്കിൽ ഇന്റൻസ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ ഒരു സിനിമേനെ ഒരു എക്സ്റ്റെന്റ് വരെ സഹായിക്കുന്നത്. പിന്നെ ഇതിന്റെ ബ്രില്യൻ പെർഫോമൻസസ്. ഷാഹിദ് കപൂർ കസറി. കുറെ കാലം കഴിഞ്ഞ ഷാഹിദ് കപൂർ ഇത്രയും കോംപ്ലക്സും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വല്ലാത്തൊരു ഇന്റൻസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് പോലും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമായിട്ട് ഇതിനകത്ത് ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഷാഹിദ് കപൂർ. അതും ഒരു ഫ്രഷ്നസ് ആയിട്ടാണ് തന്നെയാണ് തോന്നിയത്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഒരു നല്ലൊരു ആക്ഷൻ പടത്തിൽ ഷാഹിദ് കപൂറിനെ കണ്ടാൽ പോലും പൊളിയായിരിക്കും. ഷാഹിദ് കപൂർ പൊളിച്ചു. അതേപോലെ തന്നെ തൃപ്തി ദിമ്രി, ആ ഒരു ഇന്റൻസ് വൾണറബിൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ വളരെ സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ക്യാമിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്പിയറൻസസിലെ വിക്രന്ത് മാസയും തമന്ന ഭാട്ടിയും ഉണ്ട്. വിക്രന്ത് മാസ ആ ഒരു ചെറിയ വേഷത്തിൽ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തമന്ന ഭാട്ടി എന്നെ ശരിക്കും ഞെട്ടിച്ചു. വളരെ കിടിലായിട്ട് തന്നെ ആ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാണ്ട് ഞാൻ ഇതുവരെ കണ്ട എല്ലാ സിനിമയിലും വളരെ ഒരു ആവറേജ് പെർഫോമൻസ് തമന്ന ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളൂ. ഏതായാലും ഇതിനകത്ത് നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് ഷാഹിദ് കപൂറിന്റെ കൂടെ നടക്കുന്ന കുറെ ഗുണ്ടകളുണ്ട്. അവരൊക്കെ വളരെ ക്യൂട്ടായിരുന്നു. നമുക്ക് ശരിക്കും കണക്ട് ആവാം അവരെ ക്യാരക്ടേഴ്സ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കലി സിനിമ ബ്രില്യന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ഭയങ്കര സൂത്തിങ് ആയിരുന്നു. ഈ ഒരു വേൾഡ് ഭയങ്കര ബ്രൂട്ടൽ, ഭയങ്കര ഇന്റൻസ് ആയ ഒരു വേൾഡിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ അതേപോലെ ഇതിന്റെ മ്യൂസിക്കും ആൻഡ് അർജിത് സിംഗിന്റെ വോയിസും ഒരു പ്രത്യേക ഒരു പ്ലസ് പോയിന്റ് ആയിട്ടോ. നമുക്ക് വല്ലാത്തൊരു പീസാ കിട്ടുന്നത് അർജിത് സിംഗിന്റെ ഓരോ പാട്ടിങ്ങനെ പാടുമ്പോഴും. പിന്നെ ഇതിന്റെ വിഷ്വൽസ്, ആ ഒരു ഇന്റൻസ് ബ്രൂട്ടാലിറ്റി എല്ലാം നല്ല ഭയങ്കര വൃത്തിയായിട്ട് പകർത്തിയിട്ടുണ്ട്. ഞാൻ പറയുകയാണ് ഇതൊരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. നല്ല രീതിയിൽ വയലൻസ് ഉള്ള പടം. നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്. തല അടിച്ച് തകർക്കുന്നു. ബ്രെയിൻ പോലും കാണിക്കുന്ന രീതിയിൽ കഴുത്തിലോട്ട് കത്തി തറച്ച് കയറ്റുന്നു. അങ്ങനത്തെ കുറെ ബ്രൂട്ടൽ വയലൻസ് ഉണ്ട്. സോ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്ക് ഇത്രയൊന്നും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ വേണമെങ്കിൽ മാറി നിൽക്കാവുന്നതാണ്. സ്റ്റൺസ് ആക്ഷൻ കൊറിയോഗ്രഫി നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കളർ ഗ്രേഡിങ് നന്നായിരുന്നു. എഡിറ്റിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിലൂടെ കടക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കഥ ഭയങ്കര പഴകിയതാണ്. പക്ഷെ ഈ സിനിമ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പടമായതുകൊണ്ട് അത് കുറച്ച് നമ്മളെ മടുപ്പിക്കും. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ നമുക്ക് ഏകദേശം ഈ സിനിമ കണ്ടിരിക്കാം. പക്ഷെ ഒരു രീതിയിലുള്ള പുതുമയും നമുക്ക് ഈ സിനിമ സമ്മാനിക്കാത്തതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ വളരെ വീക്ക് സ്ക്രീൻ പ്ലേ. നമുക്ക് ഒരു 2.25 മണിക്കൂറിന് ശേഷം പിന്നെ സംഭവിക്കുന്നതെല്ലാം ഭയങ്കര ലോജിക്ക്ലെസ് ആണ്. ഒട്ടും നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത കുറെ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മടുപ്പിക്കലാണ് ഫീൽ ചെയ്തത്. ആ ഒരു 2 മണിക്കൂറെങ്കിലും സഹിച്ചല്ലെങ്കിൽ വളരെ വാച്ചബിൾ ഡീസന്റ് ആയിട്ട് കണ്ടിരുന്ന സിനിമ അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ കളഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ അപ്പോഴും ഞാൻ പറയണത് ഭയങ്കര കച്ചറ സിനിമ എന്നല്ല. ഇത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള സിനിമയായിരുന്നു. പക്ഷേ അത് ഒരു പൊട്ടൻഷ്യൽ അവര് വേസ്റ്റ് ആക്കിയ പോലെയാണ് ഫീൽ ചെയ്തത് ഈ ഒരു സിനിമയിലൂടെ. അതേപോലെ അവിനാഷ് തിവാരിയാണ് അതിന്റെ മെയിൻ വില്ലൻ. ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ അനിമലിലെ ബോബി ഡിയോളെ പോലെ ആക്കാൻ നോക്കി. പക്ഷെ അത് ഏക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അവിനാഷ് തിവാരിനെ കൊണ്ട് ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വലിയ രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതും ഒരു മെയിൻ പ്രശ്നമാണ്. ഈ സിനിമയിൽ ഒരു ഇമോഷണൽ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഷാഹിദ് കപൂറിന്റെ ക്യാരക്ടറിനോട് നമുക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷെ അതല്ലാണ്ട് തൃപ്തി ദിമ്മറി ചെയ്യുന്ന പ്രവർത്തികളോട് നമുക്ക് അങ്ങനെ വലിയൊരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യുന്നില്ല. അതും ഈ സിനിമയുടെ ഒരു വലിയൊരു മെയിൻ നെഗറ്റീവ് തന്നെയാണ്. എന്ത് വന്നാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ബ്രില്യൻ പെർഫോമൻസസും നല്ല ഇന്റൻസ് സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു വിശാൽ ഭാർദ്വാജൻ ഇന്റൻസ് ഫിലിം മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവര് ജസ്റ്റ് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. പിന്നെ ഇതിന്റെ ബാക്കി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ വിശാൽ ഭാർദ്വാജ് ചെയ്തിട്ടുണ്ട്.
വിശാലിന്റെ തൊട്ട് മുന്നേ സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കമേഴ്ഷ്യൽ സ്റ്റൈലാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും വിശാലിന്റെ ആ ഒരു ഫിൽം മേക്കിംഗ് സ്റ്റൈൽ വിട്ടു പോയിട്ടില്ല. അതിനുള്ളിൽ തന്നെയുള്ള പരിപാടി തന്നെ ചെയ്തു വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂംസും ഇതിന്റെ സെറ്റ് അവർ നല്ല വൃത്തിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കമന്റബിൾ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻ പ്ലേയിൽ അവർ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കായിരുന്നു എന്ന് തോന്നി. ഏതായാലും ഇതാണ് എന്റെ പേഴ്സണൽ റിവ്യൂ. എനിക്കിതൊരു ഷാഹിദ് കപൂർ തൃപ്തി ദിമറി ഷോ ആയിട്ടാണ് തോന്നിയത്. ഒരു വിശാൽ ഭാർദ്വാജിന്റെ ആവറേജ് എക്സോസ്റ്റിംഗ് വേൾഡിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അഭി റിവ്യൂസ്.